കഴിഞ്ഞ് മെഡിക്കൽ കോളേജുകളിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി NTA നടത്തുന്ന എക്സാമാണ് നീറ്റ് എക്സാം. ഇനി അതല്ല IIT, NIT തുടങ്ങിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണമെങ്കിലോ NDA നടത്തുന്നു JEE എക്സാം. ഇനി ഇന്ത്യയിലെ തന്നെ ടോപ്പ് യൂണിവേഴ്സിറ്റികളായിട്ടുള്ള ഡൽഹി യൂണിവേഴ്സിറ്റി, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി തുടങ്ങിയ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ച് ഒരു ബിരുദം നേടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എഴുതേണ്ട എക്സാമിന്റെ പേരാണ് CUET, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. ഇന്ത്യയിലെ +2 വിദ്യാർത്ഥികൾക്കിടയിൽ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ എക്സാമിനെ പറ്റി നിങ്ങൾക്ക് മുഴുവൻ അറിയില്ലെങ്കിൽ ഭാവിയിൽ റിഗ്രറ്റ് ചെയ്യാതിരിക്കാനും കൂടി ഈ വീഡിയോ മുഴുവൻ കാണുക. വളരെ ചെറിയ സമയത്തിനുള്ളിൽ ഈ എക്സാം എന്താണ്, ഇത് എപ്പോഴൊക്കെയാണ് നടക്കാറ്, ഇതിനുള്ള യോഗ്യത എന്താണ് തുടങ്ങി കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. ഈ പരീക്ഷ എങ്ങനെയാണ്, എപ്പോഴാണ് നടക്കാറുള്ളത്? സാധാരണ വർഷത്തിൽ ഒരു തവണയായി മെയ് മാസത്തിലാണ് ഈ എക്സാം നടക്കാറ്. പൂർണ്ണമായും കമ്പ്യൂട്ടർ ബേസ്ഡ് ആയി ഓൺലൈൻ ആയിട്ട് നടക്കുന്ന എക്സാം ആയിരിക്കും. എല്ലാ സബ്ജക്റ്റും ഒറ്റ ദിവസമായിരിക്കും എക്സാം അല്ല. ഡിഫറെന്റ് എക്സാംസ് ഡിഫറെന്റ് ഡേറ്റിൽ ഡിഫറെന്റ് ഷിഫ്റ്റ് ആയിട്ടായിരിക്കും നടക്കുന്നത്. ഒരാൾക്ക് മാക്സിമം 5 സബ്ജക്റ്റുകൾ വരെ എക്സാം എഴുതാൻ വേണ്ടി പറ്റും. നിങ്ങൾ ഏതൊക്കെ സബ്ജക്ട്സിനാണോ രജിസ്റ്റർ ചെയ്തത് ആ ദിവസം മാത്രം പോയി നിങ്ങൾ എക്സാം എഴുതിയാൽ മതി. അല്ല സാറേ, ഈ 5 സബ്ജക്ട് നമ്മൾ എങ്ങനെ തിരഞ്ഞെടുക്കും? ഏത് സബ്ജക്ട്സ് നമ്മൾ എഴുതണം, ഏത് സബ്ജക്ട് രജിസ്റ്റർ ചെയ്യണം, എങ്ങനെ തീരുമാനിക്കും? എടാ, നിങ്ങൾക്ക് ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കാൻ ആഗ്രഹം, അതുപോലെ ഏത് ഡിഗ്രിയാണ് അവിടെ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹം, ഇത് നിങ്ങൾ ആദ്യം തീരുമാനിക്കണം. അവർക്ക് വേണ്ട സബ്ജക്റ്റുകൾ ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം ആ സബ്ജക്റ്റുകൾ വേണം നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ. നമുക്ക് മാക്സിമം 5 എണ്ണം വരെ രജിസ്റ്റർ ചെയ്യാലോ. ശേഷം ആ ഓരോ എക്സാമിനും നിങ്ങൾക്ക് 50 ചോദ്യങ്ങൾ ഉണ്ടാകും. ഈ 50 ചോദ്യങ്ങളിൽ ഒരെണ്ണം ശരിയാക്കിയാൽ 5 മാർക്ക് വെച്ച് കിട്ടും. എന്നാൽ ഒരെണ്ണം തെറ്റിച്ചാലോ 1 മാർക്ക് വെച്ച് നെഗറ്റീവ് പോവുകയും ചെയ്യും. ഈ 50 മാർക്കിന്റെ ഒരു സബ്ജക്ട് എഴുതാൻ എത്ര സമയം നമുക്ക് കിട്ടും? ഒരു സബ്ജക്റ്റിന് 60 മിനിറ്റുകളാണ് നിങ്ങൾക്ക് ലഭിക്കുക. ഇനി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റുകളെ 3 സെക്ഷൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. സെക്ഷൻ 1 എന്ന് പറയുന്നത് ലാംഗ്വേജസ് ആണ്. അതുപോലെ തന്നെ സെക്ഷൻ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൊമൈൻ സബ്ജക്ട്സ് ആണ്. എന്താണ് ഡൊമൈൻ സബ്ജക്ട്സ്? നിങ്ങളുടെ സാധാരണ സയൻസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, അതുപോലുള്ള സബ്ജക്റ്റുകളാണ് അതിൽ പെടുക. ഇനി നിങ്ങൾക്ക് സെക്ഷൻ 3 ഉണ്ട്. അതിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ജനറൽ നോളജ്, അതുപോലെ തന്നെ ലോജിക്കൽ റീസണിംഗ് തുടങ്ങിയവയായിരിക്കും. ഇനി ഈ ടെസ്റ്റ് എഴുതാനുള്ള യോഗ്യത എന്താണ് സാറേ? ഒന്നുമില്ല. +2 കഴിഞ്ഞവർക്കും ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും CUETക്ക് അപേക്ഷിക്കാം. ഏത് സിലബസ് അനുസരിച്ചാണ് സാറേ ഈ എക്സാമിന് പഠിക്കേണ്ടത്? നിങ്ങൾ +2 പഠിക്കുന്ന NCERT സിലബസിൽ ബേസ്ഡ് തന്നെയാണ് പ്രത്യേകിച്ച് ഡൊമൈൻ സബ്ജക്ട്സിലൊക്കെ ക്വസ്റ്റ്യൻ വരുന്നത്. പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ലോജിക്കൽ റീസണിംഗ് എന്നിവ മാത്രമാണ് വ്യത്യസ്തമായി വരുന്നത്. ഈ എക്സാം എഴുതാൻ താല്പര്യമുണ്ട്. എപ്പോഴാണ് ഇതിനു വേണ്ടി രജിസ്റ്റർ ചെയ്യാൻ പറ്റുക? എടാ, സാധാരണയായിട്ട് ഫെബ്രുവരി അവസാനത്തിലാണ് ഇതിന്റെ രജിസ്ട്രേഷൻ വിളിക്കുക. ശേഷം മെയ് മാസങ്ങളിൽ എക്സാം നടക്കും. ജൂലൈയുടെ ഒക്കെ അവസാനത്തോടെ ഇതിന്റെ റിസൾട്ടും പ്രഖ്യാപിക്കും. ശേഷം ഈ റിസൾട്ട്സ് ഉപയോഗിച്ചുകൊണ്ട് ഓരോ യൂണിവേഴ്സിറ്റിക്കും വേണ്ട സബ്ജക്ട് കോമ്പിനേഷൻ ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് വിവിധങ്ങളായ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ നേടാൻ കഴിയും. ചില സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളും ഈ ഒരു CUET മാർക്കൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം കോമ്പറ്റീഷൻ ഉള്ളത് കൊണ്ട് തന്നെ +2നൊപ്പം തന്നെ CUET പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ആയതിനാൽ നിങ്ങളുടെ ബോർഡ് പരീക്ഷയെ പോലെ തന്നെ സീരിയസ് ആയി CUETന്റെ പഠനവും ആരംഭിക്കുമെന്ന് നിങ്ങൾ എല്ലാവരും ഉറപ്പുവരുത്തുക. അപ്പോൾ ഇപ്പൊ തന്നെ തുടങ്ങിക്കോളൂ. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.